ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു, സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. കാരണം നമ്മുടെ കൊറോണ കേസെല്ലാം പിന്നെയും കൂടി വരികയാണ്. പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ആയവരൊക്കെ കുറച്ചും കൂടി നല്ലോണം കെയർ ചെയ്ത് ഇരിക്കുക, മാക്സിമം സേഫായിട്ട് ഇരിക്കാൻ വേണ്ടി നോക്കുക. എനിക്കിങ്ങനെ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ട്, ഹെൽത്തൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത്. എനിക്കങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എന്നാലും ചെറിയ കുഴപ്പങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്കെല്ലാം ഓഫാവും. ഓണായി വരുമ്പോഴാണ് ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ മാക്സിമം എനർജിയിലിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ, ഇന്നത്തെ എൻ്റെ ഈ ഒരു കോലും തമ്മിലും കണ്ടിട്ടാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളിന്നൊരു മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. അപ്പം അധികം പറഞ്ഞ് വലിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഇറങ്ങാം. അപ്പം നമ്മുടെ ഗേൾസിൽ പല കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരുണ്ട്. മേക്കപ്പിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, അതായത് നന്നായിട്ട് മേക്കപ്പ് ചെയ്ത് നടക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്യണം, പക്ഷേ മേക്കപ്പ് ചെയ്തു എന്നുള്ള ഫീൽ ഉണ്ടാകാൻ വേണ്ടി പാടില്ല, അങ്ങനെ മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. ചിലവർക്ക് മേക്കപ്പ് ചെയ്യാനേ ഇഷ്ടമില്ലാത്തവരുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ഒരുങ്ങാൻ ഇഷ്ടപ്പെടുന്ന ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും മിക്കവാറും ഒരുങ്ങുക. ഒരുപാട് നമ്മൾ ഇപ്പോൾ എന്താ പറയുക, ഭയങ്കര ഹെവി മേക്കപ്പൊക്കെ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകുമ്പോഴോ അങ്ങനെയൊക്കെയല്ലേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അല്ലാത്ത സമയം നമ്മളിപ്പോൾ ഒരു ഓഫീസിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ടൗണിലേക്ക് ഇറങ്ങുകയാണ്, അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ സിമ്പിളായിട്ടുള്ള മേക്കപ്പാണ് യൂസ് ചെയ്യുക. ഈ ഒരു മേക്കപ്പ് ലുക്കിൽ നമുക്ക് ഫൗണ്ടേഷൻ, കൺസീലർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണ്. കുറച്ച് പ്രൊഡക്റ്റ് വെച്ചിട്ട് നമ്മളൊരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് ഇന്ന് ചെയ്യുമ്പോഴുള്ള പോലെ നമ്മുടെ സ്കിന്നിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മോയ്സ്ചറൈസറാണ്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ നമുക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാം കേട്ടോ. കാരണം ഇന്നിപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നില്ല. സിമ്പിൾ ലുക്കല്ലേ, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടി നോക്കാം. പിന്നെ വന്നിട്ട് നമ്മളിപ്പോൾ പുറത്തിറങ്ങുന്നതാണെങ്കിൽ എന്തായാലും ഇപ്പോൾ യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ലാക്മേയുടെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സൺസ്ക്രീൻ എടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് മസാജ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. നമ്മളിപ്പോൾ ഈ ഒരു സൈഡിൽ എന്തായാലും നമ്മുടെ മാസ്ക് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മാസ്കിൻ്റെ മുകളിലായിട്ട് വരുന്ന നമ്മുടെ സ്കിന്നിൻ്റെ ഏരിയാസിൽ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിച്ചിട്ട് സൺസ്ക്രീൻ കുറച്ച് അധികമായിട്ട് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ അധികം മസാജ് ചെയ്യരുത്, ജസ്റ്റ് ഇങ്ങനെ ഇവിടത്തേക്ക് തന്നെ എന്താ പറയുക ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു CC ക്രീമാണ്. 925ൻ്റെ ഈ ഒരു CC ക്രീമാണ്. ഇത് ജസ്റ്റ് ഒരു കുറച്ചൊരു ഫൗണ്ടേഷൻ ബേസ്ഡാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഓയിലി ആയിട്ട് നിൽക്കില്ല, കുറച്ചൊരു കളർ കിട്ടും ചെയ്യും. അപ്പോൾ ഈ ഒരു ഇതാണ് ഞാൻ എൻ്റെ എന്താ പറയുക ഫൗണ്ടേഷന് പകരമായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഫേസിലോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് കൈവച്ചിട്ട് ചെയ്യുന്നവർക്ക് കൈവച്ചിട്ട് തന്നെ ചെയ്യാം. എന്ത് സാധനം ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴും മാക്സിമം കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാൻ നോക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഫേസ് വേറെ തന്നെ കളറായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അങ്ങനെ ഒന്ന് നോക്കുക. ഞാൻ ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ നമ്മൾ ഈ ഒരു CC ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മാക്സിമം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക കേട്ടോ. നമ്മളിങ്ങനെ ബ്ലെൻഡ് ചെയ്യാതെ ഇരിക്കുമ്പോഴാണ് നമുക്കിങ്ങനെ എന്തോ ഒരു എന്താ പറയുക, ഒരു പുട്ടി അടിച്ച പോലെ ആടെയിടയ്ക്ക് ഇങ്ങനെ വെളുത്ത് കാണാം. അപ്പോൾ നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത് നമ്മുടെ സ്കിന്നിലോട്ട് നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടി ടൈം കൊടുക്കുക. നല്ല സ്മൂത്തായിട്ട് മസാജ് ചെയ്ത് ഇങ്ങനെ മസാജ് അല്ല, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ ഫേസിൽ നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവും. ഇത് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ലാക്മേയുടെ ഈ ഒരു കോമ്പാക്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ എവിടെയാണോ നമ്മൾ വേർക്കുന്നത് ആ ഭാഗത്ത് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ.
ബാക്കി കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഇതൊന്ന് ഫേസിലോട്ട് ഫിക്സ് ആയിക്കോളും. അപ്പോൾ ഇപ്പോൾ കുറച്ചൊരു എടുത്ത് നിൽക്കുന്നുണ്ടാവും, അത് കുറച്ച് കഴിയുമ്പോൾ സെറ്റ് ആയിക്കോളും. ഇനി നമ്മൾ കണ്ണ് എഴുതാൻ പോവാണ്. കണ്ണെഴുതാൻ ഞാനിവിടെ എലൈറ്റിൻ്റെ കാജലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാജൽ ഉപയോഗിക്കാം. ഐബ്രോ ഫില്ല് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഫില്ല് ചെയ്യാം, അല്ലാത്തവരാണെങ്കിൽ അതങ്ങ് ഒഴിവാക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഭയങ്കരമായിട്ട് വരയ്ക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഈ ഒരു ഇത് വെച്ചിട്ട് തന്നെ ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. മാക്സിമം പ്രൊഡക്റ്റ് കുറയ്ക്കാനല്ലേ നോക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഒരു പ്രൊഡക്റ്റിൽ തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യുകയാണ്. പിന്നെ ലിപ്സ്റ്റിക്ക് ഞാൻ എലൈറ്റിൻ്റെ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ന്യൂഡ് ഷെയ്ഡാണ്. ഞാൻ ഓൾറെഡി ഞാൻ എൻ്റെ ലിപ്പിൽ ലിപ് ബാം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തുടച്ച് കളയാം. ന്യൂഡായിട്ടുള്ള ഒരു ഷെയ്ഡാണ്, അപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ട് നല്ല ഫീൽ വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇപ്പോൾ ചിലവർക്ക് ഐ ഷാഡോ ഇടാൻ ഇഷ്ടമുണ്ടാവില്ല, അങ്ങനെ ഇഷ്ടമില്ലാത്തവർ അത് ഒഴിവാക്കുക. അല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഈ ഒരു ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് ഐ ഷാഡോയും ബ്ലഷൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഈ ഒരു ഇത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഐ ഷാഡോ ഇട്ടിട്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് തന്നെ നമുക്ക് ഇത് തന്നെ ബ്ലഷായിട്ട് യൂസ് ചെയ്യാം. വേറൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.